വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് നൗഫ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറുകൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. സോ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ഫാക്ട്സുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഭൂരിഭാഗം പ്രോബ്ലംസുകളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താണ് ആ ഫാക്ട്സുകൾ എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ദാറ്റ് ഈസ് വെൻ പ്രോബബിലിറ്റീസ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫേവറബിൾ ഔട്ട്കം ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. അതായത് ഒരു പർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഒരു കോയിൻ എടുക്കുകയാണ്. അതിന് രണ്ട് ഫേസ് ആണുള്ളത്, ഒന്ന് ഹെഡ് ഒന്ന് ടെയില്. അപ്പൊ ഞാൻ കോയിൻ ടോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള ചാൻസ് അതൊരു ഇവന്റ് ആണ്. സോ ആ ഒരു പർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്പറിന്റെ ടേംസിലായിരിക്കും. അതായത് ഒരു തവണ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, രണ്ട് തവണ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഇവന്റുകൾ ഒക്കർ ചെയ്യുന്നത് നമ്മൾ നമ്പർ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രോബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളിന്റെ ബേസിസിൽ തന്നെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോസ് ചെയ്യുന്നു, ഞാനൊരു കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. സോ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ്, ഇവിടെ ഇവന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ഹെഡ് ഒക്കർ ചെയ്യാനായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഒക്കേഷനെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ അതിന്റെ പ്രോബിലിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ എങ്ങനെയാ അതിന്റെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തിന്റെ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്? ഹെഡ്സ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്തായിരിക്കണം? ഹെഡ് ആയിരിക്കണം. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, എത്ര തവണ ആ ഒരു ഹെഡ് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഒരു തവണ. കാരണം ഒരു ഫേസ് അല്ലേ, ഒരു ഹെഡ് അല്ലേ ആ കോയിനിലുള്ളൂ, ഒരു കോയിനെ ഞാൻ ടോസ് ചെയ്യുന്നുള്ളൂ. സോ ഒരു തവണ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താ? ടോട്ടൽ എത്ര ഔട്ട്കംസ് വരും? അതായത് ഇപ്പൊ ഞാൻ ഒരു ടോസ് ഇട്ടു, ഹെഡ് വന്നു, വേറൊരു ടോസ് ഇട്ടു, ടെയിൽ വന്നു. ആ രണ്ട് ഔട്ട്കംസുകളല്ലേ ആകെ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്താ? 2 ആയിരിക്കും. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇൻ കേസ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയുന്നത് 1ഉം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. സോ 1/2 ആയിരിക്കും എന്ത്? പ്രോബിലിറ്റി ഓഫ് ഒക്കറിംഗ് എ ഹെഡ് ഇൻ ടോസിങ് എ കോയിൻ. അപ്പോൾ 1/2 ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് ഒക്കറിംഗ് എ ഹെഡ്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഇവന്റിന്റെ പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ദാറ്റ് പർട്ടിക്കുലർ probability are explained in terms of number. So നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A committee has 8 female and 12 male members. What is the probability of choosing a female as the president of this committee? So ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയിൽ 8 ഫീമെയിൽസും 12 മെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് the probability of choosing a female as the president of this committee. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര നമ്പേഴ്സ് ഓഫ് ഫീമെയിലും എത്ര നമ്പേഴ്സ് ഓഫ് മെയിൽ മെമ്പേഴ്സും ആണോ ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു പർട്ടിക്കുലർ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആയിട്ട് ഫീമെയിലിനെ തന്നെ സെലക്ട് ചെയ്യും എന്നുള്ളതിന്റെ ചാൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിന്റെ ഫോർമുല അറിയാം. പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് അതിന്റെ ഇക്വേഷൻ. ഉള്ള ഔട്ട്കം എന്തായിരിക്കണം? നമ്മളിവിടെ എന്തിന്റെ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്? ഫീമെയിൽ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രസിഡന്റ് എന്നുള്ളതിന്റെ ചാൻസ്. സോ നമ്മുടെ നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ഔട്ട്കം എന്തായിരിക്കും? ഫീമെയിൽ. സോ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ഫീമെയിൽസിന്റെ എണ്ണം ആയിരിക്കും നമുക്ക് ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ മെമ്പേഴ്സ്. ടോട്ടൽ ആ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനെയാണ് ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ഇവന്റ് ആണ് ആ ഒരു ഇവന്റ് ആയിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നത്. അവരുടെ ഔട്ട്കംസ് ആയിരിക്കും നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം. സോ ഈ കേസിൽ ഇവിടെ ഫീമെയിലിന്റെ എണ്ണം ആയിരിക്കും. സോ ഹിയർ വി ഹാവ്
The number of females, that is a favorable event എന്ന് പറയുന്നത് ഇവിടെ എത്രയാ 8, and the total number of members, that is the total number of outcomes, is taken as 20, that is 8 plus 12. Hence we have the probability of choosing a female president is 8 divided by 20. ഇങ്ങനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവന്റ് നമ്മൾ ചെയ്തു നോക്കേണ്ടത് if it is explained in terms of a number. Next is the range of probability. Probability എന്ന് പറയുന്ന ഈ ഒരു വൈഡ് ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഈ പ്രോബബിലിറ്റിയുടെ റേഞ്ച്, പ്രോബബിലിറ്റിയുടെ വാല്യൂ only lies between 0 and 1. Least probability will be 0 and the highest will be 1. The probability will be a number between 0 and 1. ഏതൊരു ഇവന്റ് എടുത്താലും ഏതൊരു ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആ വാല്യൂ എന്നും 0ന്റെയും 1ന്റെയും ഇടക്കായിരിക്കും. ദാറ്റ് ഈസ് ഫേവറബിൾ പ്രോബിലിറ്റി പ്ലസ് അൺഫേവറബിൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ വെച്ച് നോക്കിയാൽ ഫീമെയിൽ പ്രസിഡന്റ് ആയിരിക്കണം ഈ പർട്ടിക്കുലർ കമ്മിറ്റിയിൽ സെലക്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിന്റെ ചാൻസ് എന്താണ് 8/20 അല്ലേ. ഇനിയിപ്പോൾ അത് മെയിൽ മെമ്പർ ആയിരിക്കണം എന്നുള്ളതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? അവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്താ 12, അവിടെ ടോട്ടൽ നമ്പർ ഔട്ട്കം എന്താ 20, ദാറ്റ് ഈസ് 12/20. നമുക്ക് ടോട്ടൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 8/20 പ്ലസ് 12/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരുള്ളൂ. സോ പ്രോബിലിറ്റി ഓഫ് എനി ഇവന്റ് എന്ന് പറയുന്നത് ഓൾവേസ് ലൈ ബിറ്റ്വീൻ 0 and 1. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യനുകളിൽ പല ക്ലാസ്സുകളിലും ഇനി ഹൈ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബേസിക് ഫാക്റ്റ് ആണ്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് ലൈ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും. അതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫേവറബിൾ പ്രോബിലിറ്റി പ്ലസ് നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള അൺഫേവറബിൾ പ്രോബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. If an event can be completed in m ways and another event can be completed in n ways, then both can be completed one after the other in m/n ways. ഇപ്പൊ നമ്മൾ രണ്ട് ഇവന്റ് കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ എടുത്ത കോയിന്റെ കേസ് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരെ വേറെ വേറെ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് m വേസിലും ഒന്ന് n വേസിലും ആണ് ഇവന്റ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ടോട്ടൽ ഇവന്റ് എങ്ങനെയായിരിക്കും വരിക? m into n എന്നുള്ള കേസിലായിരിക്കും. ദാറ്റ് ഈസ് ഇഫ് there are m items in one group and n items in another group, we can have m into n pairs taking from each group. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. Probability for rolling 2 dice with a 6-sided dot such as 1, 2, 3, 4, 5 and 6 dots in each die. When 2 dice are thrown simultaneously, thus numbers of event can be 6 square, that is equal to 36. Because each die has 1 to 6 numbers on its faces, then the possible outcomes are shown in the below table. ഓരോ ഡൈയിലും 1, 2, 3. സോ ഈ രണ്ട് ഡൈയും നമ്മൾ ടോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്ന ഔട്ട്കംസ് അതെങ്ങനെയായിരിക്കും നമുക്ക് ഈ ടേബിളിൽ നിന്ന് കാണാം. ഫസ്റ്റ് ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ 1ഉം സെക്കൻഡ് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 1ഉം കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1, 1. ഇനിയിപ്പോൾ ആദ്യത്തെ ഡൈ റോൾ ചെയ്യുമ്പോൾ നമുക്ക് 3ഉം അടുത്തത് നമുക്ക് 4ഉം വന്നതിന് അവരുടെ കോമ്പിനേഷൻ എന്തായിരിക്കും? 4, 3. അങ്ങനെ വരുമ്പോൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിൽ വരും. നമ്മൾ രണ്ട് ഡൈന്റെ കേസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മുടെ ടോട്ടൽ when 2 dice are thrown simultaneously, then the number of event എന്തെന്ന് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആദ്യത്തെ ഡൈൻ്റെത് m 6 തന്നെയാണ്, ഇവിടെയും n 6 തന്നെയാണ്. കാരണം നമ്മൾ സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് രണ്ടെണ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ m is equal to 6ഉം n is equal to 6ഉം ആണ്. അങ്ങനെ വരുമ്പോൾ mn pairs taking from each group, നമുക്ക് ടോട്ടലായിട്ട് mn വേസിൽ ആ ഒരു പർട്ടിക്കുലർ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ 6 ഫേസ് ഒരു ഡൈയിലും മറ്റൊരു ഡൈയിൽ വേറെ 6 ഡോട്ട്സുകളും ഉണ്ട്. ടോട്ടൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ number of events can be 36 because each die has 1 to 6 numbers on its face. The probability can be found out by connecting with area. Consider a geometric structure B. This is inside a geometric structure A. നമ്മളൊരു ഫോർ എക്സാമ്പിൾ ജോമെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു സർക്കിൾ എടുക്കുകയാണ്. ആ സർക്കിളിന്റെ അകത്തുള്ള ഒരു സർക്കിളാണ് ബി എന്ന് വിചാരിച്ചോ. ഇഫ് വി മേക്ക് എ ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ ഫിഗർ, ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ടു ഫോൾ ഓൺ ബി, നമ്മൾ എ എന്ന് പറയുന്ന ഒരു ബിഗ് സർക്കിൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞു സർക്കിളായിട്ട് ബിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിക്ചറിൽ നോക്കാതെ തന്നെ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ബിയിൽ ഫോൾ ചെയ്യും
എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? അതെങ്ങനെയാണ് നമ്മൾ അതിന്റെ ഏരിയ ബേസിൽ കണ്ടുപിടിക്കാൻ പറ്റുക? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ഏരിയ ഓഫ് എ ബൈ ദ ഏരിയ ഓഫ് ബി. അങ്ങനെയുള്ള കേസിൽ അപ്പൊ നമ്മൾ നമ്പേഴ്സിന്റെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇവന്റുകൾ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ആണെങ്കിലുള്ള ഫോർമുല നമ്മൾ നേരത്തെ കണ്ടു. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലേ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി ഇതൊരു ജോമെട്രിക് സ്ട്രക്ചറിന്റെ കേസിലാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സർക്കിളിന്റെ കേസിൽ ഒരു ഡോട്ട് ഇടുന്ന അങ്ങനെയുള്ള ടൈപ്പുള്ള ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ അതിൽ ബിയിൽ തന്നെ ആ ഡോട്ട് ഫോൾ ചെയ്യുമെന്നുള്ളതിന്റെ ചാൻസ് പ്രോബബിലിറ്റി എന്നെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൽ ഏരിയ ഓഫ് എ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് ബിയിലാണോ ഫോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിയിൽ ഫോൾ ചെയ്യാനുള്ള ചാൻസ് എത്രയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സുകൾ. എന്താണ് പ്രോബബിലിറ്റി? ഒരു പർട്ടിക്കുലർ എക്സ്പെരിമെന്റ്, ഒരു പർട്ടിക്കുലർ ഇവന്റ് നമ്മൾ നമ്പറിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ റോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കേസുകളിൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അല്ലാത്ത കേസുകളിൽ ഏരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? അതൊക്കെയാണ് നമ്മൾ കണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 ആൻഡ് 1 എന്നുള്ളതിന്റെ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും എപ്പോഴും ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഫേവറബിൾ ഔട്ട്കം പ്ലസ് അൺഫേവറബിൾ ഔട്ട്കം ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. First question is, there are 3 red balls and 7 green balls in a bag, 8 red and 7 green balls in another. We have 2 bags. ഒരു ബാഗിൽ 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും, വേറൊരെണ്ണത്തിൽ 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ആണ് ഉള്ളത്. സോ വി ഹാവ് ദ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? സോ ഫസ്റ്റ് ബാഗിലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്താണ് ഫസ്റ്റ് ബാഗിന്റെ കേസിൽ? ദിസ് ഇസ് 3 plus 7, that is 10. There are 10 balls in a first bag. And the number of red balls in that bag is 3. So the question is, what is the probability of getting a red ball from the first bag? Probability is chance. Chance of getting a red ball from the first bag. നമ്മൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ ആ ബോൾ റെഡ് ബോൾ ആയിരിക്കണം എന്നുള്ളതിന്റെ ചാൻസ് എന്താണ്, പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിൻസ് വി ഹാവ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത്, of occurrence of an event is number of outcomes divided by total number of outcomes. ഇങ്ങനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ ഇവന്റിന്റെ ഒക്കറൻസിന് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പിക്ക് ചെയ്യുന്ന ബോൾ റെഡ് ബോൾ ആയിരിക്കണം. സോ എത്ര ടോട്ടൽ റെഡ് ബോൾ ഉണ്ട്? 3. എത്ര ടോട്ടൽ ബോൾസ് ഉണ്ട് അതിനകത്ത്? 10. സോ വി ഹാവ് 10 ടോട്ടൽ ബോൾസിൽ നിന്ന് 3 റെഡ് ബോൾസ് ആണുള്ളത്. അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദിസ് പർട്ടിക്കുലർ ഫസ്റ്റ് ബാഗ്. നോ വി ഹാവ് ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആസ്, ഫ്രം ദ സെക്കൻഡ് ബാഗ് the probability of getting the red ball. We have the total number of balls in this particular bag is 15. Also we have the number of red balls in the second bag is 8 given. Probability of getting a red ball from the second bag എന്നുള്ളതിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? This is equal to, from the total 15 balls we have a chance of getting any of the red ball from this 8 red balls. So this is the chance of getting red balls when we choose a ball from the second bag. So this is 8 by 15 is the probability. Now the third sub question is, if all the balls are put in a single bag, what is the probability of getting a red ball from it? ഇനി നമ്മൾ ഈ രണ്ട് ബാഗും കൂടി ഒരുമിച്ചാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഒറ്റ സിംഗിൾ ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ സെലക്ട് ചെയ്യുന്നത് അത് റെഡ് ആയിരിക്കും എന്നുള്ളതിന്റെ ചാൻസ് പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഈ രണ്ടും കൂടി ഒരു ഒറ്റ സിംഗിൾ ബാഗിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് എത്ര റെഡ് ബോൾസ് ഉണ്ടാവും? 3 plus 8. ദർ വിൽ ബി 11 റെഡ് ബോൾസ് അല്ലേ? 11 റെഡ് ബോൾസ് ഉണ്ടാവും. സോ നമുക്കിവിടെ ടോട്ടലായിട്ട് എത്ര ബോൾസുകൾ ഉണ്ടാവും? ഈ രണ്ടെണ്ണവും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി 25 ബോൾസ് ഓൾ ടുഗെദർ. ദെൻ നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 8 plus 3, ദർ വിൽ ബി 11 റെഡ് ബോൾസ്. Now the probability of getting a red ball from a single bag എന്ന് പറയുന്നത്, this is equal to 11 by 25. അതായത് 25 ആണ് ഓൾ ടുഗെദർ ഉള്ള ബോൾസിന്റെ എണ്ണം. അതിൽ നിന്ന് 11 എണ്ണമാണ് റെഡ് ഉള്ളത്. നമ്മളോട് റെഡ് കിട്ടുന്നതിന്റെ ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ
നമ്പർ ഓഫ് റെഡ്സ് ഓൾ ടുഗെദർ എത്ര ഉണ്ടെന്ന് നോക്കുക, അതിനകത്ത് ടോട്ടലായിട്ട് എത്ര ബോൾസ് ഉണ്ടെന്ന് നോക്കുക. ഇതിൽ 11/25 ആയിരിക്കും ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ബാഗ്. സോ ഈ റെഡിന് പകരം ഇനി ഗ്രീൻ ആണ് ചോദിച്ചിരുന്നെങ്കിലോ, ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾ ഇൻ എ പർട്ടിക്കുലർ ബാഗ് ഇസ് 10, ടോട്ടൽ നമ്പർ ഓഫ് ഗ്രീൻ ബോൾ ഇസ് 7. അപ്പോൾ ഗ്രീൻ ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വി റൈറ്റ് ദിസ് ആസ് 7/10. ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം ദിസ് ബാഗ്, ആൻഡ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബോൾ ഫ്രം ദ സെക്കൻഡ് ബാഗ് ഇസ് 7/15. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഈ ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലംസുകൾ ചെയ്യാം. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് occurring of a particular event is the number of times that event can occur divided by the total number of outcomes altogether. Okay. Second question is a game for 2 players. First, each has to decide whether he wants odd number or even number. Then both raise some fingers of one hand. If the sum is odd, the one who choose odd at the beginning wins. If it is even, the one who choose even wins. In this game, which is the better choice at the beginning, odd or even? സോ ഇവിടെ 2 ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ 2 പേരും ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ അവർക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യും. അതിനുശേഷം 2 പേരും ഓരോ ഫിംഗേഴ്സ് വെച്ചിട്ട് റേസ് ചെയ്യും ഓഫ് 1 ഹാൻഡ്. ദാറ്റ് മീൻസ് നമുക്ക് 1 to 5 എന്ന് പറയുന്ന ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇഫ് ദ സം ഇസ് ഓഡ്, ദ വൺ ഹൂ ചോസ് ഓഡ് അറ്റ് ദ ബിഗിനിങ് വിൻസ്. ഇപ്പോൾ ഒരാൾ 1ഉം ഒരാൾ 2 എടുത്തു കഴിഞ്ഞാൽ ദ സം വിൽ ബി 3. അങ്ങനെ വരുമ്പോൾ അതൊരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് നമ്പർ ചൂസ് ചെയ്ത ആ ഒരു വ്യക്തി വിൻ ചെയ്യും. ഇനിയിപ്പോൾ ഒരാൾ 1ഉം മറ്റൊരാൾ 1ഉം എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സം 2, ദെൻ ഇറ്റ് വിൽ ബി ആൻ ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പർ ചൂസ് ചെയ്ത ആൾ വിൻ ചെയ്യും. അതാണ് ഗെയിം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ബെറ്റർ ചോയ്സ് അറ്റ് ദ ബിഗിനിങ്, ഓഡ് ഓർ ഈവൻ. സോ നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ പോസിബിൾ ഔട്ട്കംസ് എഴുതാം. ആദ്യത്തെ ആൾ 1 എടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ 1 എടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ വരും. Then first is 1, then second one person takes 2. If 1, then second person take 3. അങ്ങനെ സിമിലർലി അവരെടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസുകൾ നമ്മൾ ആദ്യം എടുത്തെഴുതുക. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പേഴ്സൺ 1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പേഴ്സൺ 1 കാണിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സാമ്പിൾ. ഇനി ഒരാൾ 1 എന്ന് കാണിച്ചിട്ട് രണ്ടാമത്തെ ആൾ 2 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സാമ്പിൾ. Then the possible sample until 5. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടോട്ടലായിട്ട് ഇന്ന് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താ? ഇവരുടെ സമ്മുകളാണ്. ഇവരുടെ സമ്മുകൾ ഓടാണോ ഈവൺ ആണോ എന്നുള്ള ബേസിസിലായിരിക്കുമല്ലോ അവർ ഗെയിം വിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി കൺസിഡർ ദി സം. സോ ഫസ്റ്റ് എന്താ സമ്മ്? 2, 3, 4, 5. അങ്ങനെ നമ്മൾ സം ഓഫ് പെയേഴ്സുകൾ കൺസിഡർ ചെയ്ത് എഴുതി. ദാറ്റ് ഇസ് ദിസ് ഇസ് 2, ദെൻ ദിസ് ഇസ് 3, അങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ, സോ വി ഹാവ് ദിസ് സം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 2 ആണെങ്കിൽ ഈവൻ, then the person who chooses an even number will win. 3 odd ആണ്, so the person who choose odd will win. അങ്ങനെയാണ് ഗെയിം പോകുന്നത്. സോ ഫസ്റ്റ് വി റൈറ്റ് ദ സം ഓഫ് പെയേഴ്സ്. ഇനി നമ്മളോട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ടോട്ടൽ 25 സംസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് 1, 2, 3, 4, 5 അങ്ങനെ 25 സംസ് ആണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു സാമ്പിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ 13 of them are even numbers and 12 of them are odd numbers. So ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഫോർമുല കണ്ടല്ലോ, നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസും വേണം. അതുകൂടാതെ ആ ഒരു പർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ എത്രണ്ണം ഉണ്ട്. അതായത് ഇപ്പോൾ ഈവൻ നമ്പർ ഒക്കർ ചെയ്യണമെങ്കിൽ ടോട്ടൽ ഈവൻ നമ്പേഴ്സ് എത്രണ്ണം ഉണ്ടായിരുന്നു, ഓഡ് നമ്പേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ള ഐഡിയ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബബിലിറ്റി മീൻസ് ചാൻസ് ഓഫ് ഒക്കറിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഇവന്റ്. സോ നമ്മൾ ആദ്യം തന്നെ ആ നമ്പർ ഓഫ് ഔട്ട്കംസുകൾ കാൽക്കുലേറ്റ് ചെയ്തു. ദർ വിൽ ബി 13 ഈവൻ ആൻഡ് 12 ഓഡ് ഇൻ ദിസ് പർട്ടിക്കുലർ സം ഓഫ് പെയേഴ്സ്. പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഇസ് ഈവൻ ആവാനുള്ള ചാൻസ് ടോട്ടൽ ഗെയിമിൽ എത്ര ചാൻസ് ആണുള്ളത്, അത് ഈവൺ ആവുക എന്നുള്ളതിന് എത്ര ചാൻസ് ആണുള്ളത്? ദർ ഇസ് ടോട്ടൽ 13 ഈവൺ സമ്മുകളാണുള്ളത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ സമ്മുകൾ എത്രയാണ്? ദിൽ ബി 25. സോ ഇതാണ് പ്രോബിലിറ്റി ദാറ്റ് ദ സം വിൽ ബി ഈവൺ. ഇനി പ്രോബിലിറ്റി ദാറ്റ് ദ സം വിൽ ബി
ഓഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദർ ആർ ടോട്ടൽ 12 ഓഡ് സംസ് ആൻഡ് ടോട്ടൽ സംസ് ആർ 25. സോ 12/25. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്. അപ്പോൾ ഈവൺ നമ്പർ ഒക്കർ ചെയ്യുന്ന ചാൻസ് ആയിരിക്കും ഓഡ് നമ്പർ ഒക്കർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ടാവുക. ഫ്രം ദിസ് പ്രോബിലിറ്റി നമുക്കിത് കാണാം. 13/24 അല്ലേ ഓൾവേസ് 13/25 ഈസ് ഗ്രേറ്റർ ദാൻ 12/25 അല്ലേ? സോ നമുക്ക് എന്ത് മനസ്സിലാവും? ചൂസിങ് ആൻഡ് ഈവൺ അറ്റ് ദ ബിഗിനിങ് ഇസ് ബെറ്റർ. സോ ഈവൺ ചൂസ് ചെയ്ത ആൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. കാരണം ഈവൺ നമ്പേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരിക. അങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഓക്കെ. Next question is, in class 10A, there are 30 boys and 20 girls. In 10B, there are 15 boys and 25 girls. One student is to be selected from each class. So here is a sub-question. First, what is the probability of being both girls? So നമുക്ക് രണ്ട് ക്ലാസ് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. 30 boys and 20 girls in 10A, 15 boys and 25 girls in 10B. രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെയായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് രണ്ടും ഗേൾസ് ആവുക എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എന്താ? ഇറ്റ് വിൽ ബി 50 into 40. ദാറ്റ് ഈസ് here it is total is 50, here it is total is 40. That will be 2000. So there is total number of 2000 possible pairs ആണ് ഉള്ളത്. അതായത് ഓരോരുത്തരെ പോസിബിൾ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഓരോ 1 1 1 2 1 3 അങ്ങനെ പെയർ ചെയ്ത് കഴിയുമ്പോഴുള്ള ടോട്ടൽ പോസിബിൾ പെയേഴ്സ് ആണ് 2000. ഓക്കെ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും ബോത്ത് ഗേൾസ് ആയിരിക്കണം എന്നുള്ളതിന്റെ ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് pairs in which both girls. So we have to find 10A എത്ര ഗേൾസ് ആണ് ടോട്ടൽ ഉള്ളത്? 20. 10B 25. So total number of pairs in which both are girls എന്ന് പറയുന്നത് 20 into 25. That will be 500. രണ്ടും ഗേൾസ് ആവുക എന്നുള്ളതിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 500 ആയിരിക്കും. Therefore, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് probability of both being girls. That is equal to 500 ആണ് total number of pairs in which both girls divided by total number of possible pairs എന്താണ്? 2000. That is equal to 1/4. ഓക്കെ. ഇതെങ്ങനെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചത്? പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് outcomes divided by total number of outcomes. So number of outcomes and the number of possible outcome, that is both being girls, that is 500. Then number of total outcome is total etra possible pairs written, that is 2000. That is 500 by 2000 is equal to 1/4. Now the second sub question is, what is the probability of both being boys? Now we have the total possible pairs as 2000. ഇനി നമുക്ക് വേണ്ടത് number of pairs in which both boys, that is equal to, here there is 30 boys and here it is 15 boys. Total number of pairs is 30 into 15, which is equal to 450. So there are 450 number of pairs in which both are boys. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആ ഓരോ റെപ്രസെൻറ്റേറ്റീവ് അത് രണ്ടും ബോയ്സ് ആവാനുള്ള ചാൻസ്. സോ ദ പ്രോബിലിറ്റി വിൽ ബി 450 divided by 2000. That is equal to 9/40. Okay, here it is 450 is the possible outcome for occurring both are boys and 2000 is the total number of possible pairs. The third sub question is, what is the probability of one boy and one girl? എബവ് രണ്ട് ക്ലാസ്സുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഓരോ റെപ്രസെൻറ്റേറ്റീവും ഒരാൾ ഗേളും ഒരാൾ ബോയും ആവുക എന്നുള്ളതിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? അതിപ്പോൾ നമ്മൾ ബോത്ത് ഗേൾസ് ആവുക ബോത്ത് ബോയ്സ് ആവുക എന്നുള്ള കേസ് പറഞ്ഞു. ഇനി ഒരാൾ ഗേളും ഒരാൾ ബോയും ആവുക എന്നുള്ളതിന്റെ പ്രോബിലിറ്റി എന്താ? എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് വൺ ഇസ് ബോയ് ആൻഡ് വൺ ഇസ് ഗേൾ. അതെങ്ങനെ കണ്ടുപിടിക്കുക? വി ഹാവ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആസ് 2000. അതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ബോത്ത് ഗേൾസും ബോത്ത് ബോയ്സും കൂടി സബ്സ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഇസ്
500 പ്ലസ് 450. ഈ രണ്ട് കേസ് എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ബോത്ത് ഗേൾസ് ആവാനുള്ള ചാൻസും ബോത്ത് ബോയ്സ് ആവാനുള്ള ചാൻസും. നമുക്ക് രണ്ടും ഒരേ ജെൻഡർ ആവണ്ട, നമുക്ക് ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ 2000 എന്ന് പറയുന്ന ടോട്ടൽ പെയറിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഒരു ബോയ് ഒരു ഗേൾ എന്ന് പറയുന്ന ആ ഒരു പെയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദർ വിൽ ബി ടോട്ടൽ 1050 പെയർസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. We have total 1050 pairs of one boy and one girl. Then the total number of pairs is 2000. That is equal to 21 by 40. Fourth sub-question is, what is the probability of at least one boy? At least one boy means there can be only one boy or can be both the boys. Okay, so adinte probability engane kandupidikam? Number of pairs in which at least one is boy. So here we have 1050 as the total number of pairs where one girl and one boy. അപ്പോൾ ഒരു വൺ ബോയ് എന്നുള്ളൊരു കേസ് കണ്ടീഷൻ ഈ ഒരു സം ഓഫ് പെയേഴ്സിൽ കൺസിസ്റ്റ് ചെയ്യും. പ്ലസ് നമ്മൾ ബോത്ത് ബോയ്സ് ആയിട്ടുള്ള സം എത്രയാ? 450. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1500. സോ 1500 നമ്പർ ഓഫ് പെയേഴ്സിൽ അറ്റ്ലീസ്റ്റ് വൺ ബോയ്സ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് മീൻസ് ഈ 1050 വൺ ബോയിന്റെ കണ്ടീഷനും 450 ബോത്ത് ബോയ്സ്. സോ അറ്റ്ലീസ്റ്റ് വൺ ബോയ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സം, അറ്റ്ലീസ്റ്റ് വൺ ബോയ് കണ്ടെയ്ൻ ചെയ്യുന്ന നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 1050 plus 450 is equal to 1500. Now we have to find the probability of getting at least one boy. That is 1500 divided by 2000. That is equal to 3 by 4. 1500 ആണ് നമ്മുടെ കയ്യിലുള്ള number of pairs where we have at least one boy and 2000 is the total number of pairs. So we have the probability of getting at least one boy is 3 by 4. So ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. Next one is, two dice with faces numbered from 1 to 6 are rolled together. What are the opposite sums? Which of these sums has the maximum probability? So നമ്മുടെ കയ്യിൽ രണ്ട് ഡൈസ് തന്നിട്ടുണ്ട് with faces 1 to 6. രണ്ടും ഒരുമിച്ച് നമ്മളോട് റോൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. We have the possible following sum as like this. So 1 to 6 ആണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഡൈയിലുള്ള ഫേസസ്. സോ ആദ്യത്തെ ഡൈ 1 കാണിച്ചാൽ രണ്ടാമത്തെ ഡൈ 1 കാണിച്ചാൽ their sum will be 2. ഇനി ആദ്യത്തെ ഡൈ 4ഉം രണ്ടാമത്തെ ഡൈ 4 കാണിച്ചു കഴിഞ്ഞാൽ there will be the sum as 8. സോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് രണ്ട് ഡൈകളും റോൾ ചെയ്തതിന് ശേഷം അവരുടെ ആ പെയർ ഓഫ് നമ്പേഴ്സുകൾ സം ചെയ്ത് കിട്ടുന്നതാണ് ഈ കോളത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what are the possible sums? Which of these sums has the maximum probability? ഏതൊക്കെയാണ് പോസിബിൾ സംസ്? സോ ഇതാണ് പോസിബിൾ സംസ്. ഇതെങ്ങനെയാ ചെയ്തത്? ഡൈ ഫസ്റ്റ് 2 ഡൈസുകൾ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 1 പെയർ കിട്ടിക്കഴിഞ്ഞാൽ their sum will be 2. If it is 6 their sum will be 12. സോ അവരുടെ ഓരോ കോമ്പിനേഷന്റെയും സമ്മുകൾ എടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ പോസിബിൾ സംസ്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദീസ് സംസ് ഹാസ് ദ മാക്സിമം പ്രോബബിലിറ്റി? സോ നമ്മൾ ഈ ഒരു ഗിവൺ സംസിൽ ഏത് നമ്പറാണ് കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, സോ ഏത് നമ്പറാണ് കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കൊരു നമ്പർ ചെക്ക് ചെയ്യാം. 5 എടുത്ത് നോക്കാം. 5 1 2 3 4 ടൈംസ് ഉള്ളൂ. അപ്പോൾ അതിലും കുറവായിരിക്കും അതിന് മുമ്പ് വരുന്നതൊക്കെ. സോ നമുക്ക് 6 ചെക്ക് ചെയ്ത് നോക്കാം. 6 1 2 3 4 5. നമുക്ക് അടുത്ത ചെക്ക് ചെയ്ത് നോക്കാം. 7 1 2 3 4 5 6 ടൈംസ് ഉണ്ട്. 8 ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5. പിന്നീടുള്ള അങ്ങോട്ടൊക്കെ 7ന്റെ നമ്പർ ഓഫ് ടൈംസിനേക്കാൾ കുറവാണ്. സോ 7 ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ടൈംസ് വന്നിരിക്കുന്ന നമ്പർ, അതായത് സം. സോ 7 ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ് 7 ഇസ് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാ? ദാറ്റ് വിൽ ബി 36. 6 into 6 36. This is equal to 1 by 6. എങ്ങനെയാ 6 by 36 കിട്ടിയ? പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ് 7 ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് 7ൽ കണ്ടുപിടിച്ചത്? ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദിസ് സം ഹാസ് ദ മാക്സിമം പ്രോബിലിറ്റി? ഏത് നമ്പറാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്? ഏറ്റവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് 7 ആണ്. ബാക്കിയൊക്കെ 4 3 5 എന്ന് വെച്ച നമ്പറുകൾ നിന്നിരിക്കുകയാണ്. 12 1 ടൈം വന്നിട്ടുള്ളൂ. സോ 7ന്റെ കേസാണ് നമുക്ക് മാക്സിമം പ്രോബബിലിറ്റി കിട്ടുന്ന നമ്പർ അല്ലെങ്കിൽ സം.
സോ 7 എത്ര ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? 6. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഒക്കറിങ് 7 ആസ് എ സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 6 ടൈംസ് ആണ് ടോട്ടൽ ഒക്കർ ചെയ്യുന്നത്, 7 മാത്രം. ബാക്കിയെല്ലാം ടോട്ടൽ ഒക്കർ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ എത്രയാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അങ്ങനെ 36 ടൈംസ്. അങ്ങനെ 36 ആണ് ടോട്ടൽ സം ഓഫ് പെയേഴ്സുകൾ നമുക്കുള്ളത്. സോ ടോട്ടൽ 36ൽ നിന്ന് 6 ടൈംസ് ആണ് 7 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ദ പ്രോബിലിറ്റി ദാസ് 1/6 where 1/6 is the maximum probability. ഓക്കെ, സോ ഇത്രയാണ് ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ബാക്കിയൊക്കെ സിമിലർ വേ തന്നെ ആയിരിക്കും. ഇതേ ഫോമിൽ തന്നെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇത്രയാണ് ഈ ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സുകളും അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. സോ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.